തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ജില്ലകൾ തോറും മുഖാമുഖം പരിപാടിയുമായി കറങ്ങി നടക്കുകയാണ്. ഈ വാർത്താ സമ്മേളനങ്ങൾ വലിയ പ്രാധാന്യത്തോടെ മാധ്യമങ്ങൾ അവരുടെ പ്രൈം ടൈം ന്യൂസായി നൽകുന്നുണ്ട്. ഈ വാർത്താ സമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തട്ടിവിടുന്നത് പലതും ഉണ്ടയില്ല വെടിയാണെന്നാണ് യാഥാർത്ഥ്യം. വളരെ ആത്മവിശ്വാസം തുളുമ്പുന്ന ശബ്ദത്തിൽ മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ അതിൽ പലതും കല്ലുവെച്ച നുണയാണെന്ന് പറയേണ്ടി വരും. ഈ വാർത്താ സമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രി നേരിടുന്ന പ്രധാന ചോദ്യങ്ങളിലൊന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ CPM ബന്ധം. ഈ ചോദ്യത്തിനോട് ആ സംഘടനയുമായി ഒരു ബന്ധവുമില്ല എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. ഒരു കാലത്തും ജമാഅത്തെ ഇസ്ലാമിയുമായി CPM ബന്ധം പുലർത്തിയിട്ടില്ലെന്ന് പറയുന്ന ഈ നുണയെ പൊളിച്ചെടുക്കുകയാണ് ഇവിടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. 1996 ദേശാഭിമാനി പത്രത്തിലെ വാർത്ത അടങ്ങിയ പേപ്പർ കട്ടിംഗ് പുറത്തുവിട്ട് തെളിവുകൾ സഹിതം VD സതീശൻ നടത്തിയ വാർത്താ സമ്മേളനം കഴിഞ്ഞതോടെ പ്രതിപക്ഷം പിണറായി വിജയന് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയിലായി. VD സതീശന്റെ വാക്കുകളും പുറത്തുവിട്ട തെളിവുകളും ഇവിടെ ചേർക്കുന്നുണ്ട്. കണ്ടുനോക്കാം. ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് UDF കൂട്ടുകൂടുന്നു. ഞങ്ങൾക്ക് ഒരു കാലത്തും ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ഞങ്ങൾക്ക് ഒരു കാലത്തും ഒരു ബന്ധം ഉണ്ടായില്ല. മുഖ്യമന്ത്രിയെ പോലത്തെ ഒരാൾ വന്ന് ഇത്രയും ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോൾ ഒരു കാലത്തും ഞങ്ങൾ അവരുടെ പിന്തുണ തേടി പോയിട്ടില്ല. ഞങ്ങൾക്ക് അവരുടെ പിന്തുണ ആവശ്യമില്ല എന്നാണ്. 1977 മുതലാണ് ജമാഅത്ത് ഇസ്ലാമി ഒരു പൊളിറ്റിക്കൽ സംഘടന. അന്നത്തെ തെരഞ്ഞെടുപ്പിൽ അന്ന് CPM-നാണ് ജമാഅത്ത് ഇസ്ലാമി പിന്തുണ കൊടുത്തത്. പിന്നീടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും 2019 വരെ, അതായത് 42 വർഷക്കാലം അവർ LDF-ന്റെ കൂടെ CPM-ന്റെ കൂടെ എന്നിട്ട് മുഖ്യമന്ത്രി വന്നു ഞങ്ങൾക്ക് ഒരു കാലത്തും ബന്ധം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. ഇത് 1996 ഏപ്രിൽ 22 ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ ദേശാഭിമാനിയാണ്. അതിൽ തെരഞ്ഞെടുപ്പ് ശ്രദ്ധേയമായ 2 തീരുമാനങ്ങൾ, അതായത് കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് LDF-ന് പിന്തുണ കൊടുത്തു. രണ്ടാമത് ക്രിസ്തീയ പുരോഹിതന്മാരുടെ ഈ അഭ്യർത്ഥന വന്നതിന്റെ തൊട്ടുപുറകെയാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ കേരള ഘടകത്തിന്റെ തീരുമാനവും പുറത്തു വന്നത്. അതായത് വരുന്ന ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ LDF സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാൻ ആണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അത് എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ്, സ്വന്തം ഉത്തമ താല്പര്യങ്ങളും അടിസ്ഥാനപരമായ ലക്ഷ്യങ്ങളും സംരക്ഷിക്കാനൊക്കെയുള്ളൊന്നും ശരിയാമിതം മനസ്സിലാക്കിക്കൊണ്ടുള്ളത് തന്നെയായി ആ തീരുമാനം. മേൽ വിവരിച്ച 2 തീരുമാനങ്ങൾ രാജ്യത്തെ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളുടെ രാഷ്ട്രീയ അടിത്തറ തീർച്ചയായും കൂടുതൽ ശക്തവും വ്യക്തവും. അതായത് ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളുടെ രാഷ്ട്രീയ അടിത്തറ വർദ്ധിപ്പിക്കുന്നു. ദേശാഭിമാനിയുടെ എഡിറ്റോറിയലാണ്. ഇനി അന്നത്തെ അമീർ ആയിട്ട് മുഖ്യമന്ത്രി അന്നത്തെ പാർട്ടി സെക്രട്ടറി നേരിട്ട് സംസാരിക്കുകയാണ്. ഫോട്ടോയാണ്. ഒരു ബന്ധമില്ലെന്ന് ഇന്ന് രാവിലെയും കൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമിയുടെ അമീർ ശ്രീ പിണറായി വിജയൻ തമ്മിൽ സംസാരിക്കുന്നതാണ്. ഞാൻ ശ്രീ പിണറായി വിജയനോട് ചോദിക്കുന്നു, ജമാഅത്ത് ഇസ്ലാമിയുടെ ആസ്ഥാനമായ ഹിറ സെന്ററിൽ താങ്കളും CPM നേതാക്കന്മാരും എത്രയോ പ്രാവശ്യം നിങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്? ഇനി വേറെ വാർത്ത, രഹസ്യ ചർച്ചയല്ല പിണറായി, അതായത് ജമാഅത്ത് ഇസ്ലാമിയുമായി നടന്നത് രഹസ്യ ചർച്ചയല്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. ഇക്കാര്യത്തിൽ ഒരനാവശ്യ വിവാദവും ഉണ്ടാക്കേണ്ട കാര്യമില്ല. എന്നാൽ ഒരു കാര്യം വ്യക്തമായി പറയാം, ഞങ്ങൾക്കിടയിലുണ്ടായ അകൽച്ച മാറി. ഞങ്ങളിപ്പോൾ ഒരുമിച്ചാണ്. അതെ, ജമാഅത്ത് ഇസ്ലാമി ഇത് ഒരു കാലത്തും ബന്ധമില്ലായിരുന്നു എന്ന് പറഞ്ഞാണ് മനസ്സിലായില്ലേ? ഇനി ജമാഅത്ത് ഇസ്ലാമിയുമായി പല വിഷയങ്ങളിലും CPM-ന് യോജിപ്പ്. തോമസ് ഐസക് കേട്ടോ, ഇതൊക്കെ കേരളത്തിലല്ലേ നടക്കുന്നത്, കാര്യങ്ങളും. ഇനി ദേശാഭിമാനി വീണ്ടും ജമാഅത്ത് ഇസ്ലാമി പിന്തുണ LDF-ന്. ദേശാഭിമാനി പത്രമാണ്. എന്താണ് കാര്യം? കോൺഗ്രസിന് സാമ്രാജ്യത്വ ശക്തികളുമായി, അതായത് അമേരിക്ക തുടങ്ങിയ പാശ്ചാത്യ രാജ്യങ്ങളുമായി കേരളത്തിലെ കോൺഗ്രസിന് ഒരു ദാസ്യ മനോഭാവമാണ് അമേരിക്കയ്ക്ക്. അതിൽ പ്രതിഷേധിച്ച് ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ LDF മേടിച്ചിരിക്കുകയാണ്. ഇനി 2019 കോയമ്പത്തൂരിലെ വിജയി, അതായത് CPM വിജയി ഇലക്ഷൻ കഴിഞ്ഞപ്പോ നടരാജൻ വെൽഫെയർ പാർട്ടി ഓഫീസിൽ നിന്ന് നന്ദി പറയാൻ നിൽക്കുക. ഫോട്ടോ കോയമ്പത്തൂർ തൊട്ടപ്പുറത്ത്, പാലക്കാട് അപ്പുറത്ത്. 2019 പാർലമെന്റിൽ കോയമ്പത്തൂരിലെ CPM സ്ഥാനാർത്ഥിക്ക് പോളിറ്റ് ബ്യൂറോ മെമ്പറാ പിണറായി വിജയൻ. ഇവിടുത്തെ കാര്യം മാത്രം നോക്കിയാൽ പോലെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തെ കാര്യം നോക്കേണ്ട ആളാണ്. തൊട്ടപ്പുറത്ത് കോയമ്പത്തൂര്
നടരാജൻ വന്ന് അഭിവാദ്യം ചെയ്യും.